നമസ്തേ. ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമഃ. പാരിപ്പള്ളി പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിൽ വവ്വാക്കുന്ന് ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഉള്ളത്. ഈ ദേശത്തിൻ്റെ ശക്തിയും ചൈതന്യവുമായി നിലകൊള്ളുന്ന ഭാരതത്തിൽ തന്നെ അപൂർവം ക്ഷേത്രപ്രതിഷ്ഠകളിലൊന്നാണ് ലക്ഷ്മിയും നാരായണനും ഒരേ പീഠത്തിൽ കുടികൊള്ളുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ശക്തി സ്വരൂപം. ഈ ദേശത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അഷ്ടദിന മഹായാഗം നടക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ. കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യ പുരോഹിതന്മാരുടെ സാന്നിധ്യം ഈ യാഗത്തിൻ്റെ വലിയ സവിശേഷതയാണ്. ഒരു ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഒരു നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടി പ്രകൃതിയോടടുത്ത് നിൽക്കുന്നതാണ് യാഗങ്ങൾ. ഒരു മഹായാഗത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത്, പങ്കാളികളാകുന്നത്. ओम विज्ञानावुत्तमकमलनामधेयं उत्तम नक्षत्रजातस्यां आयुरारोग्य सौख्यवर्धनाय नमः। ये सर्वनाभिकुलपवित्रमदीयागते रक्षोभावाद्यमभियं निरन्तिरचतुरगे भयं विद्यविवाहेन यभोदासभोनादरः यत्ते पवित्रमसि वदक्मे विदधान्यताय नमः स्वाहा। ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ അഷ്ടദിന മഹായാഗമാണ് നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി ജയദേവൻ സാറും ഈ അഷ്ടദിന യാഗത്തിൻ്റെ ആചാര്യൻ മലയാളത്തിന് ഏറ്റവും ബഹുമാനനായ ഡോക്ടർ മണികണ്ഠൻ സാറുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ആരാധനാലയത്തിൽ നിരവധിയായ പ്രത്യേകതകളുണ്ട്. ഗ്രാമഭംഗിയിൽ നിലനിൽക്കുന്ന ഈ ആരാധനാലയത്തിൽ വിശ്വാസപൂർവം പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ജീവിതത്തിൽ നന്മകളുണ്ടാകും. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ആയിരക്കണക്കിന് വരുന്ന അനുഭവ സാക്ഷ്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമുക്ക് ജയദേവൻ സാറിൽ നിന്ന് തന്നെ അറിയാം. തലമുറകൾക്ക് മുമ്പ് ഇവിടെ ലക്ഷ്മി നാരായണ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഒരു 45 വർഷത്തിന് മുന്നേ ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ക്ഷേത്രം അല്ല, ഇവിടെ ഒരു 50 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട് വെക്കണമെന്ന് തോന്നി ഇവിടെ വന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ പറഞ്ഞ് ഇത്തിരി വസ്തു വേണം. പിറ്റേന്ന് തന്നെ ഒരു പാർട്ടി ഒന്നുകൂടെ വസ്തു ഉണ്ടെന്ന് വാങ്ങിച്ചു. അതിലൊരു വീട് വെച്ചു. താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന അതേ ഭാഗത്തു നിന്ന് ഒരു ഗോളാകൃതിയിൽ ഒരു ദീപം ഉയർന്നു പോയി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും. അതിങ്ങനെ ദിനം തോറും ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതെന്താണ് ഈ ഗോളമെന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അറിയാവുന്ന പലരുടെയും ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു അഗ്നിഗോളം പോകണമെന്ന്. അപ്പോൾ ചിലർ പറഞ്ഞത് ഇതിനകത്ത് സ്വർണ്ണങ്ങൾ കടന്ന ഇതുപോലെ പോകും, അല്ലെങ്കിൽ വൈഡൂര്യങ്ങൾ കടന്നാൽ ഇങ്ങനെ പോകും എന്നൊക്കെയാണ് ആളുകൾ. ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാനിത് പിന്നെ ഗുഹാന്തപുരത്ത് ഡോക്ടർ വാവുലേൻ ജോത്സ്യൻ്റെ വീട്ടിൽ ചെന്ന് പുള്ളി എനിക്ക് ദേവപ്രശ്നം വെച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇത് ലക്ഷ്മി നാരായണ സാന്നിധ്യമുള്ള സ്ഥലമാണ്. മുൻകാലത്ത് ഇവിടെ ലക്ഷ്മീനാരായണ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് നശിച്ചു പോയതിൻ്റെ അവശിഷ്ടങ്ങളിലിടയിൽ ഭഗവാന്റെ ചൈതന്യം കിടക്കും. ആ ചൈതന്യമാണ് ഈ ഉയർന്നു പോണത് എന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് എന്തപ്പോൾ ഞാൻ പറഞ്ഞു, അതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ അവിടെ താമസിച്ചല്ലേ, അത് നിങ്ങളൊരു ക്ഷേത്രം വയ്ക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ക്ഷേത്രം വയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ തന്നെ എനിക്ക്
ഒരു ക്ഷേത്രം വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഒപ്പിച്ചു തന്നു. അതനുസരിച്ച് ഉടനെ ജ്യോത്സ്യരോട് ചെന്നു ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൊച്ചു ക്ഷേത്രം പോലെ അന്ന് തന്നെ വെച്ച് ഗണപതിയെയും മുരുകനെയും ഭഗവാനെയും നാഗാരും യോഗീശ്വരൻ മന്ത്രം ഇത്രയും പേരെ വെച്ചുകൊണ്ട് ക്ഷേത്രം വെച്ചു. 2011 എനിക്ക് ഇതുപോലൊരു ക്ഷേത്രം വയ്ക്കാനുള്ള സമ്പത്ത് ഭഗവാൻ എനിക്ക് തന്നു. അതനുസരിച്ച് ആരുടെ നിന്ന് ഒരു പൈസയും വാങ്ങിക്കാൻ ഒറ്റയ്ക്ക് തന്നെ ഈ ക്ഷേത്രം പണിത് ഭഗവാൻ ശബരിമല മേൽശാന്തിയായിരുന്ന മുരളിത്തിരുമേനിയെ കൊണ്ട് ഈ ക്ഷേത്രം പ്രതിഷ്ഠ. IOC ഗ്യാസ് പ്ലാന്റിന്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ ആരാധനാലയം ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ഒരു അഭയ കേന്ദ്രമാണ്. ഇവിടെ എത്തി ഭഗവാനെ കണ്ട് തൊഴുത് അർച്ചനകൾ നടത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ഒത്തുചേരുമെന്നുള്ളത് അനുഭവ സാക്ഷ്യമാണ്. വിദ്യാഭ്യാസ പുരോഗതി, ജീവിത ഐക്യം, തൻ്റെ ബിസിനസ്സിലുള്ള പുരോഗതി എന്ന് തുടങ്ങി ഒരു മനുഷ്യന് അഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാം ഭഗവാൻ തരും. ഭഗവാൻ പരാശക്തി അംശമായ ശ്രീ മഹാലക്ഷ്മി ദേവി ഒരു ശ്രീകോവിലിൽ ഒരു പീഠത്തിൽ ദമ്പതി ഭാവത്തിൽ അർദ്ധനാരീശ്വര ചൈതന്യ സ്വരൂപങ്ങളായി വർദ്ധിക്കപ്പെടുന്ന അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പാരിപ്പള്ളിയിലെ ഈ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്ര തിരുസന്നിധാനം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പുണ്യമായ സന്നിധാനത്തിൽ വന്ന് ലക്ഷ്മി നാരായണ മൂർത്തികളുടെ അനുഗ്രഹ കടാക്ഷത്തെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. വളരെ അഭിമാനത്തോടെ ഞങ്ങളുടെയൊക്കെ എല്ലാ വേദികളിലും ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന പാണ്ഡിത്യത്തിന്റെ ശൃംഗങ്ങളിൽ വിരാജിക്കുമ്പോഴും വിനയത്തിന്റെ ആൾരൂപമായി നിൽക്കുന്ന ഞങ്ങളുടെ അഭിമാനം, ആധ്യാത്മികതയുടെ പുണ്യം ആയ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ മഹനീയമായ സാന്നിധ്യമുണ്ട്. വളരെ കൃത്യമായ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത തമ്പുരാട്ടിക്ക് സ്നേഹാദരങ്ങൾ നേരുകയാണ്. ഇന്നത്തെ ഒരു വലിയ ഭാഗ്യം. രാമേശ്വരം ക്ഷേത്രത്തിലെ യാഗശ്രേഷ്ഠൻ, മുഖ്യ പുരോഹിത ശ്രേഷ്ഠരായ യാഗസമ്രാട്ടുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അണ പൊട്ടിയൊഴുകുന്ന വാക്ചാതുര്യമുള്ള ആചാര്യന്റെ മുമ്പിൽ മഹാസമുദ്രത്തിന്റെ അടുത്തൊരു ചെറിയ ഊറ്റ എന്നുള്ള നിലയിലാണ് എൻ്റെ സ്ഥാനം. അദ്ദേഹം പറഞ്ഞതൊക്കെ നിങ്ങൾ എൻ്റെ ഉള്ളൊരു സ്നേഹം കൊണ്ട് പറഞ്ഞാൽ എല്ലാം ഒന്നും വിശ്വസിക്കണ്ട, ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. രാമേശ്വരത്തിൽ നിന്നും തിരുമേനിയും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്രത്തിനെ പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞ പോലെ ലക്ഷ്മീനാരായണ ക്ഷേത്രങ്ങൾ വളരെ വളരെ അപൂർവമാണ്, വളരെ അപൂർവമാണ്. ഒരു സ്ഥലത്തും ഇല്ല എന്ന് പറയാൻ എനിക്കൊരു ധൈര്യമില്ല. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ച് തമിഴടിക്കണം നടന്നു, അത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പക്ഷെ വളരെ അപൂർവം തന്നെയാണ്, സംശയമൊന്നുമില്ല, ലക്ഷ്മീനാരായണ ക്ഷേത്രങ്ങൾ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിൽ ഭാഗഭാഗാവാനും ആചാര്യ തിരുമനസിന്റെ അടുക്കൽ ഒരു അല്പസമയം നിങ്ങളുടെ എല്ലാവരും അടുക്കൽ നിൽക്കാൻ, ഒന്ന് ശകല സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ ഞാനാണ് ഭാഗ്യം ചെയ്തത്. ഒരു ക്ഷേത്രത്തിൽ വരുന്നത് ആ മണ്ണിന്റെ ഭാഗ്യമല്ല, വരുന്നവരുടെ ഭാഗ്യമാണ്. നമുക്കിവിടെ വന്ന് തൊഴാൻ സാധിച്ചു എന്നുള്ള ഭാഗ്യം എനിക്കാണ്. അപ്പൊ വളരെ സന്തോഷം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ഗണപതി ഭഗവാൻ, ശാസ്താവ്, ഹനുമാൻ, സുബ്രഹ്മണ്യൻ, ദുർഗാദേവി, ഭദ്ര, ഭുവനേശ്വരി, ശിവൻ, നാഗരാജാവ്, നാഗേക്ഷി, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ബ്രഹ്മദർശി, പിന്നെ അപ്പൂപ്പൻ സൈവൻ. 41 പേരെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി രൂപീകരിച്ചു, അവർക്ക് എഴുതി കൊടുത്തു. ഇവിടുത്താണ് ഈ ക്ഷേത്രം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള പൂജ എന്ന് പറയുന്നത് 7 തുളസിമാല, ഒരു നെയ് വിളക്ക്, ഒരു പാൽ പായസം, ഒരു ഭക്തൻ ഭഗവാന് 7 വലത്ത് വെച്ച് പ്രതിഷ്ഠ ഓം നമോ ലക്ഷ്മീനാരായണ നാമം ജപിച്ച് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ, അവിടെ ഭഗവാനെ അവിടെ സമർപ്പിക്കുമ്പോൾ ആ ഭക്തൻ എന്താവശ്യമായിട്ടാണ് വരുന്നത് അവർക്ക് ആവശ്യം നടക്കും. 7 ദിവസം തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ 7 ആഴ്ച തുടർച്ചയായിട്ട് എത്താൻ ഒപ്പില്ലെങ്കിൽ 7 ആഴ്ച നടത്തുമ്പോൾ അവരുടെ ആവശ്യം ഇന്ന് വരെ വന്നിട്ടുള്ള ഭക്തനായി നടന്നിട്ടുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൽ. പിന്നെ സന്താനമില്ലാത്തവർക്ക് വർഷങ്ങളായി ഈ സർവ്വരാജ്യത്തും സ്ഥലങ്ങളിലും പോയി നടന്ന് ക്ഷീണിച്ച് വന്നവർക്ക് ഇവിടെ വന്ന ഭഗവാന്റെ ഒരുപാട്ട് എണ്ണയും 1 കിലോ നെയ്യും വെച്ച് 7 വലത്ത് ചെയ്യുമ്പോൾ പ്രദർശനം നടത്തുമ്പോൾ അവർക്കൊരു സന്താനമാവും. തൊഴിലില്ലാത്തവന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പൂജ ചെയ്യുമ്പോൾ തൊഴിൽ കിട്ടും. അതുപോലെ തന്നെ അസുഖങ്ങൾ നടക്കുന്നു, ഭഗവാൻ ഇവിടെ വന്ന് മൃത്യുഞ്ജയം ചെയ്യുമ്പോൾ അസുഖങ്ങൾ പൂർണ്ണമായും ഏറ്റവും ക്യാൻസർ വരെ മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങൾ എത്താറുണ്ട്. കേരളത്തിന് വെളിയിൽ നിന്ന് ഈ ഇന്ത്യക്കകത്തു നിന്ന് മൊത്തം ജനങ്ങൾ ഇവിടെ എത്താൻ. ഇന്ന് രാവിലെ ഒരു ഭക്തൻ ദുബായിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി കഴിഞ്ഞ തവണ ഇതേ സമയത്ത് എൻ്റെ ചേട്ടൻ സ്ഥലം വിട്ടുപോയി, അന്ന് ഞാൻ ഇവിടെ പൂജ ചെയ്തപ്പോൾ ഒരാഴ്ചയ്ക്ക് ആളിനെ കിട്ടി. ഇപ്പോഴും ചേട്ടനെ കാണാനില്ല. അതുകൊണ്ട് സ്വാമി ഞാൻ ഇത്ര രൂപ സ്വാമിക്ക് അവിടെ അമ്പലത്തിലെ പൂജയ്ക്ക് അയക്കുന്നു. എൻ്റെ ചേട്ടൻ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കിട്ടുമോ എന്നിട്ട് പറഞ്ഞു. എൻ്റെ ചേട്ടന് പൂജയാണ്. ഇന്ന് കാലത്തെ പൂജ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങ് വസ്തു വിൽക്കാനുള്ളവർ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒരു തുളസിമാല, 7 തുളസിമാല, നെയ്വിളക്ക്, പാൽപ്പായസം, ഒരു സുദർശന ഹോമവും, ഒരു ലക്ഷ്മി പൂജ, ശനി പൂജ ചെയ്യുമ്പോൾ 3ൻ്റെ അന്ന് വസ്തു വിറ്റവരുണ്ട്. അതും വീഡിയോയിലുണ്ട്. അതെടുത്ത് അങ്ങനെ എത്രയെങ്കിലും പേർക്ക് ഇതുപോലെ അനുഭവസ്ഥരാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഗുരുവായൂർ കുടികൊള്ളുന്ന ഭഗവാൻ രോഗങ്ങളെ, ദുരിതങ്ങളെ വിനാശനം ചെയ്യുന്ന ധന്വന്തരി ഭാവത്തിലുള്ള മൂർത്തി കൂടിയാണ് എന്ന് അനുഭവങ്ങൾ കൊണ്ട് പലരും പ്രതിപാദിച്ചിട്ടുണ്ട്. അനുഭവം കൊണ്ടാണ് ഭഗവാൻ ഇവിടെ കടന്നെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലക്ഷ്മി നാരായണ മഹായാഗം നടത്തുന്നത്. തന്നെയുമല്ല, ഈ യാഗത്തിൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഇതിലേക്ക് സമന്വയിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നരസിംഹ ഹവനം നടത്തിക്കൊണ്ട് ലക്ഷ്മി നരസിംഹ ഹോമം. ഇന്ന് നമ്മൾ നടത്തുന്നത് മഹാധന്വന്തരി ഹോമമാണ്. ധന്വന്തരി യാഗമായിട്ടാണ് നടത്തുന്നത്. തീർച്ചയായും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണാഹുതി കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ മഹാവിഷ്ണവേ സ്വാഹ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരി മൂർത്തയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ സ്വാഹ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരി മൂർത്തയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരി മൂർത്തയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ സ്വാഹ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരി മൂർത്തയേ അമൃതകലശഹസ്തായ. സനാതന സംസ്കാരത്തിൻ്റെ ആധാരശിലകളാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും. ലോകത്തിലെ നാനാഭാഗത്തു നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ഭാരതത്തിലേക്ക് അവരെ എത്തിച്ചേരാൻ പ്രേരിപ്പിച്ച ഘടകം ഭാരതം
ജ്ഞാനത്തിൻ്റെ മഹാസാഗരമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതിന് പ്രേരകമായത് അറിവ് എന്നർത്ഥമുള്ള വിദ് എന്ന ധാതുവിൽ നിന്ന് ആവിഷ്കരിച്ച വേദങ്ങളാണ്. ആ വേദങ്ങളിൽ ലോകത്തിലെ സമസ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശിഷ്ടമായ ജ്ഞാനമാണ് മുത്തായി, പവിഴമായി, മരതകമായി, വൈഡൂര്യമായി എന്ന പോലെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ വേദങ്ങളിൽ ഭൗതിക ജീവിതത്തെ കാംക്ഷിക്കുന്ന മനുഷ്യർക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടി, ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകുന്നതിന് വേണ്ടി ദേവതാ യജന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മനനം ചെയ്യുന്ന മനുഷ്യനെ ത്രാണനം ചെയ്യുന്ന മന്ത്രസംഹിതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രധാനമായും ഋഗ്വേദ, യജുർവേദ മന്ത്രങ്ങളിൽ, ആ വേദങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ഭാരതത്തിൽ ഒരേ ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ശ്രീ ലക്ഷ്മി നാരായണ മഹായാഗം നടത്തുന്നത്. ഈ മഹായാഗത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ഇതിലേക്ക് സംയോജിപ്പിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ദിവ്യമായ സവിധത്തിൽ നിന്നും രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചേർന്ന യാഗസമ്രാട്ടുകളാണ് ഇവിടേക്ക് സന്നിഹിതരായിട്ടുള്ളത്. ഒപ്പം നമ്മുടെ കേരളത്തിലെ പുരോഹിത ശ്രേഷ്ഠന്മാർ, രജീഷ് ദേവനാരായണൻ അവറുകൾ ഉൾപ്പെടെയുള്ള പുരോഹിത ശ്രേഷ്ഠന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇന്നത്തെ ഈ മഹത് കർമ്മത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഈ യാഗസാമ്രാട്ടുകളുടെ മഹനീയമായ സാന്നിധ്യമാണ്. എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഇന്നത്തെ കർമ്മങ്ങളെക്കുറിച്ച് നമ്മളോട് പ്രതിപാദിക്കാൻ യാഗസാമ്രാട്ട് ബ്രഹ്മശ്രീ വെങ്കടേശ്വര ശർമ്മ, വളരെ തേജസ്വിയായ അദ്ദേഹത്തെ ഹർദമായി ക്ഷണിക്കുകയാണ്. ഇന്ന് അതികാலை 7 മണി മുതൽ ஆத்தியாத்மிக ஸ்ரீருத்ர ஹோமம், சரஸ்வதி ஹோமம், சுப்பிரமணிய ஹோமம் இன்றைக்கி நடக்குது. நாளை திவசம் தன்வந்திரி ஹோமம், லக்ஷ்மி நாராயண பூஜை ஹோமம், ആഞ്ജനേയ ഹോമം നാളെ ദിവസം. ഗ്രഹസംബന്ധമായ ദോഷദുരിത നിവാരണത്തിന്, രോഗദുരിത നിവാരണത്തിന് വേണ്ടിയാണ് പ്രധാനമായും ധന്വന്തിരി ഹവനവും ആഞ്ജനേയ ഹവനവും നമ്മൾ നടത്തുന്നത്. ലക്ഷ്മി നാരായണ ഹവനവും നമ്മൾ നടത്തുന്നത്. അപൂർവമായി കണ്ട ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഭഗവതി ലക്ഷ്മിയും ഭഗവതി മഹാവിഷ്ണുവായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്. നമുക്ക് നല്ല അനുഭവം തന്നെയായിരുന്നു നമുക്ക് തുടക്കം മുതൽ കിട്ടിയത്. അതിനുള്ളൊരു എനർജി നമുക്കുണ്ടും താനും. വരുന്നവർക്കും അതേ എനർജി നമുക്ക് കിട്ടുകയും ആ ഭക്തിയിൽ തന്നെ ഇന്നും എല്ലാ ദിവസവും നിരന്തരം ആൾക്കാർ, ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് യാഗം കാണുവാനും അതിൽ പങ്കെടുത്ത് തീരുന്നവരെയും ഈ യാഗശാലയിൽ തന്നെ ഇരുന്ന് പൂർണ്ണാഹുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അന്നദാനം പോലും കഴിച്ചിട്ടാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടെന്താനും. ഇനിയും ഈ ക്ഷേത്രത്തിലെ യാഗശാലയിൽ എത്താൻ പറ്റാത്തവർ എത്രയും പെട്ടെന്ന് എത്തി ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് ലക്ഷ്മി നാരായണ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. എല്ലാവരും എത്തിച്ചേരേണ്ടതാണ് ഈ ക്ഷേത്രത്തിൽ. ഭാരതത്തിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ആദ്യമായിട്ടാണ് ഒരു ലക്ഷ്മി നാരായണ, ആ വിഷ്ണുവും ലക്ഷ്മിയും ചേർന്നുള്ള പ്രതിഷ്ഠ. അപ്പോൾ ആ ധനലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അപ്പോൾ പല ക്ഷേത്രങ്ങളിൽ യാഗങ്ങൾ നടത്തിയെങ്കിലും ഇവിടെ യാഗം ആരംഭിച്ച് തുടർ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ ലക്ഷ്മി യാഗവും ചണ്ഡികായാഗവും കഴിഞ്ഞ ദിവസം നടന്ന ഭുവനേശ്വരി യാഗവും കഴിഞ്ഞപ്പോൾ ആ ദേവചൈതന്യം, ആ പോസിറ്റീവ് എനർജി ഇവിടെ വന്ന ഓരോ ഭക്തജനത്തിനും തൊട്ടറിയാൻ കഴിയുന്ന ഒരു ഭാവുകത്തിലേക്ക് പ്രകൃതി തന്നെ നമുക്ക് കാട്ടിത്തന്നു. കഴിഞ്ഞ ദിവസം രാമേശ്വരം യാഗസാമ്രാട്ടുകളുടെ ജപം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ആ ഒരു സൈലൻ്റ്, ആ ഒരു എന്താ പറയുന്ന ന്യൂജൻ സംവിധാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു സൈലൻ്റ് വൈബ് തന്നെ ഇവിടെ എല്ലാവർക്കും അനുഭവപ്പെട്ടു. അപ്പോൾ ആ ചൈതന്യം, ആ യാഗങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയെ തൊട്ടറിയുവാൻ ഇവിടെ വരുന്ന ഓരോ ഭക്തജനത്തിനും കഴിയുന്നുണ്ട്. ആ ശാസ്ത്രവിധിയെ അറിയുവാനും ആ ജീവചൈതന്യത്തെ അല്ലെങ്കിൽ ആ ദൈവിക ഭാവത്തിലുള്ള ആ ചൈതന്യത്തെ തൊട്ടറിയുവാൻ ഈ യാഗകർമ്മം അറിയുന്ന ഓരോ ഭക്തജനങ്ങളും ഇവിടെ എത്തേണ്ടതാണ്. ആ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുകയും ആ ജീവചൈതന്യത്തെ, ആ പ്രകൃതിയുടെ ഈശ്വരീയ ചൈതന്യത്തെ തൊട്ടറിയുകയും ചെയ്യുമ്പോൾ മാത്രമേ
നമുക്ക് ആ ഈശ്വരീയമായ ചൈതന്യം എന്താണ് എന്നറിയാൻ പറ്റും. ആ ചൈതന്യത്തെ തൊട്ടറിയുവാൻ ഈ ദേശാന്തരത്തിലുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്നു ചേരുകയും ആ ചൈതന്യത്തെ തൊട്ടറിയുകയും ചെയ്യേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ലക്ഷ്മി നാരായണ ചൈതന്യം ഒരു പീഠത്തിൽ ഒരു വിഗ്രഹത്തിൽ വിരാജിക്കുന്ന ദമ്പതി ഭാവത്തിൽ വിരാജിക്കുന്ന ഏകക്ഷേത്രമാണ് ഈ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഈ ക്ഷേത്ര തിരുസന്നിധിയിൽ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് എന്താണോ അതാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രീ മഹാലക്ഷ്മി യാഗമാണ്. ഈ യാഗത്തിൻ്റെ ഭാഗമായി ഇവിടെ ലക്ഷ്മി നാരായണ മൂർത്തിയോടൊപ്പം ശക്തി ചൈതന്യ പ്രധാനമായി കുടികൊള്ളുന്ന മൂർത്തികൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് ആ മൂർത്തികളുടെ അനുഗ്രഹം ഭക്തജനങ്ങളിലേക്ക് അനവരതം വർഷിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും പ്രത്യേകം യാഗഹോമ കർമ്മങ്ങൾ നടത്തുന്നു. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരവരുടെ നാമനക്ഷത്രങ്ങൾ പറഞ്ഞ് ഹവനദ്രവ്യങ്ങൾ നേരിട്ട് യാഗകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുവാനുള്ള അവസരം കൂടി നൽകുന്നു എന്നുള്ളതുകൊണ്ട് തികഞ്ഞ നിർവൃതിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. അവരുടെയൊക്കെ മനസ്സ് ഈ ക്ഷേത്രത്തോട് അവർ തിരികെ മടങ്ങുമ്പോൾ മന്ത്രിക്കുന്നുണ്ടാവും, ഇത് പുണ്യാനുഭവങ്ങളുടെ കേന്ദ്രബിന്ദുവാണ് എന്ന്. ഇതുതന്നെയാണ് ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. സ്നേഹ ഐക്യത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ, അതുതന്നെയാവണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ ആരാധനാലയം ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുടെ നേരനുഭവ സാക്ഷ്യമാണ്. നിങ്ങളും ഒരിക്കലെങ്കിലും ഈ ആരാധനാലയത്തിൽ വരണം. ഭാരതത്തിൽ തന്നെ ഏറെ പ്രത്യേകതകളുള്ള ലക്ഷ്മി നാരായണൻ ഒരേ പീഠത്തിലിരിക്കുന്ന അത്യപൂർവം ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം പാരുപ്പള്ളിക്ക് സമീപത്തായി കുടികൊള്ളുന്നത്. ഏവരെയും ഭഗവാന്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമഃ.